ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ 5am ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും 5am ക്ലബിനെ വളരെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും 5 മണിക്ക് ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇതിന്റെ ഒക്കെ ഒരു പ്രകടനം, നമ്മുടെ ഒരു പ്രതിഫലനം എവിടെയുണ്ട്? നമ്മുടെ മാരത്തോണുകളിലും കണ്ടതിനകത്തും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 5am ക്ലബുമായിട്ട് നമ്മൾ കണ്ടിട്ട് കുറച്ചു കാലം ആയല്ലേ. അപ്പോൾ ഇന്നും നല്ലൊരു ചോദ്യവുമായിട്ട്, കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, രാവിലെ പഠിച്ച നന്നായിട്ട് പഠിക്കാം എന്നുള്ള നമ്മുടെ ഒരു മോട്ടോയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ 5am ക്ലബിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഒന്ന് പറയാമേ. ചോദ്യം ഇതായിരുന്നു: രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ. നമുക്കൊരു 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് എന്തായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആക്ച്വൽ റീസൺ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ: പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും, ഇറ്റാലിയൻ പോളിഷ് ഇടനാഴി ആക്രമണം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 1, 2, 3 ശരിയാണെന്ന് പറയുന്നുണ്ട്, 2, 3, 4 ശരി എന്ന് പറയുന്നുണ്ട്, 2, 4 ശരി എന്ന് പറയുന്നുണ്ട്, പിന്നെയോ 1, 3 ശരി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ശരി? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് എന്തിനെയാണ് എന്നാണ് നമ്മൾ ചോദ്യത്തിനകത്തോടെ മനസ്സിലാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു കാര്യമാണ്. നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട്. കാരണം യുദ്ധത്തിന്റെ കാരണം, യുദ്ധം എങ്ങനെയൊക്കെ ആയിരുന്നു, യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ തുടങ്ങിയതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചോദ്യമായിട്ട് ട്ടുള്ളത് യുദ്ധത്തിന്റെ കാരണമാണ്. അതിനെയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കറിയാലോ, ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. ഒരു 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു ലോക മഹായുദ്ധത്തിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി അല്ലെ. എന്തായിരുന്നു അതിന്റെ കാരണങ്ങൾ? അപ്പൊ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. ഉത്തരമായിട്ട് വരുന്നത് 1, 2, 3 ശരിയാണ് എന്നുള്ളതാണ്. 3 സ്റ്റേറ്റ്മെന്റുകൾ, ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഏതൊക്കെയായിരുന്നു 3 സ്റ്റേറ്റ്മെന്റുകൾ? നോക്കിക്കേ: പുനഃസജ്ജീകരണവും പ്രീണനവും അല്ലെ. പുനഃസജ്ജീകരണവും പ്രീണനവും ശരിയാണ്. മിലിറ്ററിസവും സാമ്രാജ്യത്വവും കൊളോണിയലിസവും തീർച്ചയായിട്ടും അത് ശരിയായിരിക്കുമല്ലോ. മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും, ഈ 3 കാരണങ്ങളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ചോദ്യം വന്നത് എവിടെ നിന്നാണെന്ന് കൂടി നമ്മളൊന്ന് പറയണം. 2023 നടന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം, ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിൽ നിന്നായിരുന്നു ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? 1919 ഒരു പാരീസ് ഉടമ്പടി ഉണ്ടായി അല്ലെ. ഒരു പാരീസ് സമാധാന സന്ധി ഉണ്ടായി. ഈ സന്ധി പ്രകാരം എന്ത് ചെയ്തു? തോറ്റുപോയ രാഷ്ട്രങ്ങളുടെ കമ്പോളങ്ങളെയും അതേപോലെ കോളനികളെയും ഒക്കെ വിജയിച്ച രാഷ്ട്രങ്ങൾ വീതം വെച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതുവഴി ആർക്കാണ് നഷ്ടം ഉണ്ടായത്? നമ്മുടെ ഇറ്റലിക്കും ജർമ്മനിക്കും കനത്ത നഷ്ടങ്ങൾ ഉണ്ടായി. ഇവരുടെ കോളനികളൊക്കെ ആര് പിടിച്ചടക്കി? ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പോലുള്ള രാഷ്ട്രങ്ങൾ പിടിച്ചടക്കുകയുണ്ടായി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവര് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും വല്ലാതെ തകരുകയുണ്ടായി. അപ്പൊ ഇവരുടെ സാമ്പത്തിക സ്ഥിതി, രാഷ്ട്രീയ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇറ്റലിയും ജർമ്മനിയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ഇവര് കൈയടക്കി വെച്ചിരിക്കുന്ന കമ്പോളങ്ങളെയും കോളനികളെയും ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ഈ തയ്യാറായ സമയമാണ് ഇവരുടെ കൂടെ ആരും കൂടെ ചേരുന്നു? ജപ്പാനും കൂടെ ചേരുന്നു. ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും കൂടെ ചേർന്നിട്ട് ഒരു സഖ്യം രൂപീകരിക്കുന്നു. അതിന്റെ പേരായിരുന്നു ആക്സിസ് പവേഴ്സ്, അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് അല്ലെ. അച്ചുതണ്ട് ശക്തികൾ. അപ്പോഴേക്കും ഇവരിവിടെ അച്ചുതണ്ട് ശക്തി രൂപീകരിച്ചപ്പോഴേക്കും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ചുമ്മാ ഇരുന്നോ? ഇല്ല. ബ്രിട്ടനും ഫ്രാൻസും കൂടെ ചൈനയും കൂടെ ചേർന്നു. ബ്രിട്ടനും ഫ്രാൻസും കൂടെ ചൈനയും കൂടെ ചേർന്നിട്ട് എന്ത് രൂപപ്പെടുത്തി? അലൈഡ് പവേഴ്സ്, സഖ്യശക്തികൾ. അലൈഡ് പവേഴ്സ് അല്ലെങ്കിൽ സഖ്യശക്തികളെ രൂപീകരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവരുടെ കൂടെ, ഈ സഖ്യശക്തികളുടെ കൂടെ പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടെ ചേർന്നതായിട്ട് നമ്മൾ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ,
അപ്പൊ ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും കൂടെ സഖ്യശക്തികൾ അല്ലെ, അച്ചുതണ്ട് ശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ എന്ത് ചെയ്തു? ഇവർ ഫാസിസ്റ്റ് ആളുകളാണ് അല്ലെ, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പൊ ഇവര് 3 പേരും കൂടി എല്ലാവരുടെ വന്നു. അപ്പൊ ഇവരൊരു ആദ്യം സംഭവിച്ച കാര്യം എന്ന് വെച്ചാല്, ഇവര് നമ്മൾ 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടു. ഓക്കെ, ഈ ചെക്കോസ്ലോവാക്യയില് ജർമ്മൻ വംശജര് കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു സ്റ്റുഡന്റ്ലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റുഡന്റ്ലൻഡ് ജർമ്മൻ ആൾക്കാർ താമസിക്കുന്നതായതുകൊണ്ട് തന്നെ ജർമ്മനി ഈ പ്രദേശത്തിനെതിരെ എന്ത് ചെയ്തു? ഈ പ്രദേശത്തിന് മേല് അവകാശം ഉന്നയിക്കുകയുണ്ടായി. അപ്പോ ഈ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ചെക്ക് ഗവൺമെന്റ് വിജയിച്ച രാഷ്ട്രങ്ങളായിട്ടുള്ള ഓൾറെഡി നമ്മുടെ കമ്പനികൾ, കോളനികൾ മൊത്തം ആരുടെ കയ്യിലാണ്? ലോകം മുഴുവൻ ആരുടെ കയ്യിലാണ്? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കയ്യിലാണ്. അപ്പൊ നമ്മുടെ ചെക്ക് ഗവൺമെന്റ് എന്ത് ചെയ്തു? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെ അടുക്കൽ പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ ഇവരെന്ത് ചെയ്തില്ല? ഇവരെ സഹായിച്ചില്ല. പകരം ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതെന്തെറ്റി? അപ്പൊ ഇവരെന്ത് ചെയ്തു? ജർമ്മനി ഇവർക്കെതിരെ നീങ്ങാൻ, ചെക്ക് ഗവൺമെന്റിന് അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യയ്ക്കും ഈ പറയുന്ന സ്റ്റുഡന്റ്ലൻഡ് എന്ന് പറയുന്ന ഒരു വ്യാവസായിക നഗരവും കൂടെ ആയിരുന്നു കേട്ടോ, അതിനെതിരെ തിരിയാനായിട്ട് ശ്രമിച്ചു. അപ്പോ ഹിറ്റ്ലറെ, ജർമ്മനിയെ ഈ പറയുന്ന ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ സപ്പോർട്ട് ചെയ്ത അതിനെ ആ ഒരു നയത്തെയാണ് നമ്മൾ പ്രീണന നയം, ദ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്, പ്രീണന നയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് വന്നായിരുന്നല്ലോ, പ്രീണന നയം ഒരു കാരണമായി. ഓക്കെ, ഓൾറെഡി പിന്നെ കൊളോണിയലിസവും മിലിറ്ററിസവും സാമ്രാജ്യത്വവും ഒക്കെ ഒരു കാരണമാണ്. അപ്പൊ പ്രീണന നയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് വീണ്ടും കൂടുതൽ ശക്തമായിട്ട് ജർമ്മനി എന്ത് ചെയ്തു? ഈ പറയുന്ന സ്റ്റുഡന്റ്ലൻഡിനെതിരെ അവകാശം ഉന്നയിച്ചു വന്നു. അങ്ങനെ അവിടെ ഒരു ഉടമ്പടി, ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇറ്റലിയും ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും കൂടി ജർമ്മനിയിലെ മ്യൂണിക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 1938 സെപ്റ്റംബർ മാസത്തില് ഒരു ചർച്ചയിൽ ഏർപ്പെടുകയാണ്. ആ ചർച്ചയിൽ ഉണ്ടായ തീരുമാനങ്ങളെ ചേർത്താണ് നമ്മൾ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. എന്ത് പറയും? മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ മ്യൂണിക് ഉടമ്പടി പ്രകാരം എന്താ ചെയ്തതെന്നറിയാമോ? ഓൾറെഡി പ്രീണന നയം ഉണ്ട്. കാര്യം എന്താ? ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ ആരോടാണ് ചായ്വ് കൂടുതൽ? ജർമ്മനിയോടാണ്. ഹിറ്റ്ലറിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീണന നയം ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? മ്യൂണിക് ഉടമ്പടി പ്രകാരം ഈ സ്റ്റുഡന്റ്ലൻഡ് ജർമ്മനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ജർമ്മനി ഉദ്ദേശിച്ച കാര്യം നടന്നു. പക്ഷെ അതുകൊണ്ട് നിന്നോ? ഇല്ല. ജർമ്മനി എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ മ്യൂണിക് ഉടമ്പടിയെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയും ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവൻ പിടിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? പ്രീണന നയം ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസും ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചപ്പോഴത്തേക്കും, ജർമ്മനി ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസും കൂടെ എന്ത് ചെയ്തു? പ്രീണനമൊക്കെ മതി, അത് അവിടെ അവസാനിപ്പിക്കാം, പ്രീണന നയം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് ജർമ്മനിക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു ഉണ്ടായത്. അപ്പൊ ഇന്നൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതായിരുന്നു മ്യൂണിക് ഉടമ്പടി 1938 നടക്കുന്നത്. അപ്പൊ അതും 2ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കാരണമാണ്. ഇനി അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്, സോവിയറ്റ് യൂണിയൻ എന്താണ്? മുഖ്യ ശത്രുവായിട്ട് കണ്ടിരുന്നതാണ് ആര്? ജർമ്മനി എന്ന് പറഞ്ഞത്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ അവരുടെ മെയിൻ ശത്രുവായിരുന്നു ആണല്ലോ. പക്ഷെ എന്നാ പോലും ഇവര് പരസ്പരം ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സന്ധിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു 1939. ആ സന്ധിയാണ് നമ്മൾ അനാക്രമണ സന്ധി എന്ന് പറയുന്നത്. നോൺ അഗ്രഷൻ പാക്ട് എന്ന് പറയും. അനാക്രമണ സന്ധി 1939 അപ്പൊ ഇത് പ്രകാരം ഇവർ എന്താ പറഞ്ഞേ? പോളണ്ട് എന്ന് പറയുന്ന രാജ്യം തുല്യമായിട്ട് പങ്കിട്ടെടുക്കാമെന്നായിരുന്നു. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കൂടി പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ എന്ത് ചെയ്യാം? അവര് ഒന്നിച്ച് നമുക്ക് വീതം വെച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പങ്കിട്ടെടുക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? ജർമ്മനി വീണ്ടും അവരുടെ തന്നെ സ്വരൂപം കാണിക്കുകയും സോവിയറ്റ് യൂണിയനുമായിട്ട് അനാക്രമണ സന്ധിയൊക്കെ, നോൺ അഗ്രഷൻ പാക്ട് ഒക്കെ ഒപ്പുവെച്ചിട്ട് എന്ത് ചെയ്തു? പയ്യെ പോളണ്ടിനെ ആക്രമിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഒരു തുടക്കം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ കാരണങ്ങളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ഈ പറയുന്ന മ്യൂണിക് ഉടമ്പടിയും അതേപോലെ പ്രീണന നയവും ഈ പറയുന്ന സാമ്രാജ്യത്വവും കൊളോണിയലിസവും മിലിറ്ററിസവും ഒക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്താ പറയുക പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട്, 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, അനാക്രമണ സന്ധി ഉണ്ടെന്ന് പറഞ്ഞു. പോളണ്ട് 2 രാജ്യങ്ങളും കൂടി, ആരൊക്കെ? സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കൂടെ വീതം വെച്ചാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? പോളണ്ടുകാരെ ആക്രമിച്ചു. എന്ത് പറഞ്ഞിട്ടാ? പോളണ്ട് ജർമ്മനിയുടെ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോളണ്ടിനെതിരെ ജർമ്മനി തിരിയുകയും അങ്ങനെ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനുമായി ഒപ്പുവെച്ച അനാക്രമണ സന്ധി അവിടെ വെച്ച് തകരുകയും ചെയ്യുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജർമ്മനിക്കെതിരെ വീണ്ടും
ആര് തിരിഞ്ഞു? നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസും ഓൾറെഡി ഉണ്ടല്ലോ, ബ്രിട്ടനും ഫ്രാൻസും തിരിയുകയും അങ്ങനെ 1939 സെപ്റ്റംബർ 3 ആയപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഫാസിസ്റ്റ് നടപടികൾ തന്നെയായിരുന്നു. ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ചെയ്ത ഫാസിസ്റ്റ് നയങ്ങൾ തന്നെയായിരുന്നു. കാര്യം എന്താ? ആദ്യം അവർക്ക് സ്റ്റുഡന്റ് ലെൻഡ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തീരുമാനിച്ച പ്രീണന നയം കൊണ്ടുവന്ന് സ്റ്റുഡന്റ് ലെൻഡിനെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തെ മൊത്തം ഇവർ ആക്രമിക്കാനായിട്ട് പോയി. അപ്പൊ ആദ്യത്തെ ഒരു സന്ധി തന്നെ അവിടെ തകർന്നു. രണ്ടാമത് എന്ത് ചെയ്തു? രണ്ടാമത് നമ്മുടെ സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്ന് പോളണ്ടിനെ പങ്കുവെച്ചെടുക്കാന്നും പറഞ്ഞുകൊണ്ട് അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ചു. അവിടെയും അതും തെറ്റിച്ചു. അങ്ങനെയും ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തു? ഈ പറയുന്ന ജർമ്മനിയോടുള്ള ആ ഒരു സഖ്യമൊക്കെ അവസാനിപ്പിച്ച് അവർക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുത്തു. അപ്പൊ ഇതൊക്കെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത് കാരണങ്ങളെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രണ്ട് സഖ്യശക്തികൾ അല്ലെങ്കിൽ രണ്ട് ടീമായിട്ട് ഇവർ ചേരിതിരിയുന്നത്. ഒന്ന് ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ചേരുന്ന എന്തായിരുന്നു അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സും, പിന്നെ ഇപ്പുറത്തോ ബ്രിട്ടനും ഫ്രാൻസും ഈ പറയുന്ന നമ്മുടെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചൈനയും ഒക്കെ ചേരുന്ന അലൈഡ് പവേഴ്സ് അതായത് സഖ്യശക്തികളും ഇവർ തമ്മിലായിരുന്നു ആ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു കപട യുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. കപട യുദ്ധം അതായത് 1939 മുതൽ 45 വരെയാണല്ലോ രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. അപ്പൊ ഈ 39 മുതൽ 40 വരെ ഉണ്ടായ സമയം, 45-ല് 39 മുതൽ 40 വരെ ഉണ്ടായ സമയത്തെയാണ് നമ്മൾ കപട യുദ്ധം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ജർമ്മനിക്ക് എതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും വലുതായിട്ടൊന്നും ഒരു ഫലവത്തായ വലിയൊരു ഏറ്റുമുട്ടലൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അവര് പോളണ്ടിനെ മാത്രം സഹായിച്ച് നൽകി ഇവര് വിട്ടു നിൽക്കുമായിരുന്നു. ആര്? നമ്മുടെ ഈ പറയുന്ന അലൈഡ് പവേഴ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന സഖ്യശക്തികൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ വേർതിരിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തെയാണ് അതുകൊണ്ട് കപട യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ആ കാര്യം എന്ന് വെച്ചാല് അങ്ങനെ ആ ഒരു സമയത്ത് ഈ കപട യുദ്ധം നടന്ന സമയത്താണ് ജർമ്മനി പോളണ്ട് കീഴടക്കുന്നതും പിന്നെ ഡെൻമാർക്ക് പോലുള്ള സ്ഥലങ്ങൾക്കെതിരെ നീങ്ങുകയും ചെയ്യുന്നത്. അപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാല് വീണ്ടും ഈ പറയുന്ന അലൈഡ് പവേഴ്സ് നേരിട്ടുള്ള ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടി ആലോചിക്കുക. 1939 മുതൽ 40 വരെയുള്ള ആ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ കാലഘട്ടത്തെ നമ്മൾ എന്താ പറയുന്നത് കപട യുദ്ധം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രിട്ടനും ഫ്രാൻസും ഒന്നും നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് പ്രീണന നയവും മ്യൂണിക് ഉടമ്പടിയും എന്താണ് ജർമ്മനിയുടെ ഫാസിസ്റ്റ് നടപടികളും ഒക്കെ ആയിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഈ ചോദ്യം വരാനുണ്ടായ സാഹചര്യം ഏതാണ്? എവിടെ നിന്നാണ് ആ ചോദ്യം വന്നത്? അതിന്റെ SCERT ഫാക്ട് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. അതിന്റെ SCERT ഫാക്ട് ആണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പുസ്തകത്തിന്റെ 1ാം വോളിയം 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പുസ്തകത്തിന്റെ 1ാം വോളിയത്തിൽ 2ാമത്തെ ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്റർ, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നോക്കിക്കേ, 1ാം ലോക മഹായുദ്ധം അവസാനിച്ച് 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു അല്ലെ? 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം ഇല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും ആര് പിടിച്ചടക്കി? വിജയിച്ച രാഷ്ട്രങ്ങൾ പിടിച്ചടക്കി. അങ്ങനെ ജർമ്മനിക്കും ഇറ്റലിക്കും എന്ത് ചെയ്തില്ല? കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മറ്റുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും പിടിച്ചടക്കാനും അവര് പദ്ധതിയിട്ടു. അങ്ങനെ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് അച്ചുതണ്ട് സഖ്യം ആക്സിസ് പവേഴ്സിന് രൂപം നൽകി. ഇതിനെതിരെ ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ചേർന്ന് അലൈഡ് പവേഴ്സ് അല്ലെ സഖ്യശക്തികൾക്കും നേതൃത്വം നൽകുകയുണ്ടായി. ആണല്ലോ. ഇവര് എന്നിട്ടാണ് ഈ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്തത്? യുദ്ധം ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, അച്ചുതണ്ട് ശക്തികൾ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണെന്ന് നമ്മൾ പറഞ്ഞു. സഖ്യശക്തികൾ ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമാണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടിയിട്ട് ഈ പറയുന്ന സഖ്യശക്തികളോടൊപ്പം ചേരുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്തു? ജർമ്മനിയും ഇറ്റലിയും നടത്തിയ പല ഈ പറയുന്ന നമ്മൾ ചെക്കോസ്ലോവാക്യ ആക്രമിക്കാനൊക്കെ പോയില്ലേ, ഇങ്ങനെയുള്ള പല നയങ്ങളെയും ഇവരെ ഈ സഖ്യശക്തികൾ കണ്ടില്ലെന്ന് വെക്കുകയും അതിനെ എന്ത് ചെയ്തു? പ്രീണന നയം, പോളിസി ഓഫ് ദ അപ്പീസ്മെന്റ് എന്നറിയപ്പെടുകയും ചെയ്തു നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെയോ അങ്ങനെ 1939 സെപ്റ്റംബർ 1 ജർമ്മനി എന്ത് ചെയ്തു? സോവിയറ്റ്
സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള അനാക്രമണ സന്ധ്യയും എന്ത് ചെയ്തു, കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ പോളണ്ട് ആക്രമിക്കുകയും സെപ്റ്റംബർ 3 ഈ പറയുന്ന അതുവരെ മിണ്ടാതിരുന്ന സഖ്യകക്ഷികളും എന്ത് ചെയ്തു, ജർമ്മനിക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങുകയും ചെയ്തു. ഇവിടെയാണ് 1938 മ്യൂണിക് ഉടമ്പടിയെ പറ്റി ഇതേ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, പ്രീണന നയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അല്ലെ 38 മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്ന ചെക്കോസ്ലോവാക്യയിലെ സ്റ്റുഡൻലൻഡ് എന്ന് പറയുന്ന പ്രദേശത്തിന് മേലെ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ സൈന്യം അവകാശം ഉന്നയിക്കുകയും അതിന് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും എല്ലാം കൂടെ ചേർന്ന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടുകയും അതിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻലൻഡ് ജർമ്മനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു. അതായിരുന്നു എന്ത്, മ്യൂണിക് ഉടമ്പടി. ചരിത്ര പ്രസിദ്ധമായ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി ചോദിക്കപ്പെടാം. ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നതാണ് 1938 മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. മ്യൂണിക് ഉടമ്പടി വന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങൾ. 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അനന്തരഫലങ്ങളൊക്കെ പറയാനായിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലൂടെ ഉത്തരത്തിലൂടെ അതിന്റെ SCERT NCERT ഫാക്ടുകളിലൂടെ ഒക്കെ പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് 5am ക്ലബിന്റെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് ലോകം സാക്ഷ്യം വഹിച്ച രണ്ടാമത്തെ ഒരു ദുരന്തം അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ കാരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, SCERT ചാപ്റ്റർ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ ആ SCERT പാഠപുസ്തകം മറന്നുപോകല്ലേ. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 1ാമത്തെ വോളിയത്തിൽ 2ാമത്തെ ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്റർ അത് വായിക്കുക. വായിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 5am ക്ലബിന്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും ഒരു ചോദ്യവുമായിട്ടും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ടും ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.